ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചുമ്മാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് രാവിലെ. അപ്പം വേറെ കുറച്ച് ആവശ്യങ്ങളോടുണ്ട്, അങ്ങനെ ഇറങ്ങിയതാണ്. ഞാനൊരു Insta360 മേടിച്ചായിരുന്നു. കുറേ നാളായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ വേണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് പണം, പ്രത്യേകിച്ച് എന്തായാലും GoPro ഉള്ളതുകൊണ്ട് നമുക്ക് POV വിഷ്വൽസ് GoProയിലാണ് നല്ലത്. കമ്പാരിറ്റീവ്ലി Insta360നേക്കാളും ഐ മീൻ ദിസ് ഈ എക്സ് മോഡൽസ് ഉണ്ടല്ലോ, X3, X4, X5, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ GoProയ്ക്കാണ് വെയിറ്റൊക്കെ കുറവ്. അപ്പോൾ പിന്നെ വേണോ വേണ്ട എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നോക്കി Insta360. സംഭവം കുഴപ്പമൊന്നുമില്ല, പക്ഷേ എഡിറ്റ് ചെയ്ത് പഠിക്കാൻ ഇച്ചിരി ടൈം എടുക്കും. അതായത് നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് നല്ല ഭംഗിയിലൊക്കെ എഡിറ്റ് ചെയ്ത് കിട്ടാൻ നല്ല ടൈം എടുക്കും. പിന്നെ ക്യാമറ സെറ്റ് ചെയ്യുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ അതിനകത്ത് തന്നെ കുറേ ട്യൂട്ടോറിയലൊക്കെ ഉണ്ട്. നമ്മൾ സെൽഫി സ്റ്റിക്കും എക്സെപ്ഷൻ പോളൊക്കെ വെച്ച് നല്ല രീതിയിൽ വിഷ്വൽ എടുക്കണം. അതേസമയം അത് വെക്കുമ്പോൾ നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ അത് സെക്യൂറായിട്ട് ഇരിക്കത്തുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് വേണം വീഡിയോ സെറ്റാക്കാം. ഇതിൻ്റെ ഇത് നമ്മൾ എവിടെ വെക്കേണ്ടതെന്ന് തന്നെ തീരുമാനിക്കാൻ. ആ വെക്കുന്നതിൽ തന്നെ ഉണ്ട്, നമ്മൾ പ്ലേസ് ചെയ്യുന്നിടത്തനുസരിച്ചായിരിക്കും വിഷ്വൽ നല്ല രീതിയിൽ കിട്ടുന്നത്. പിന്നെ വിഷ്വലിൻ്റെ സൈസും ഇച്ചിരി കൂടുതലാണ്. 5K ആണല്ലോ, 5K വിഷ്വൽസ് ആയതുകൊണ്ട് തന്നെ സൈസ് കൂടുതലാണ് GoPro കമ്പാരിറ്റീവ്ലി. അതേത് 360 ക്യാമറ അങ്ങനെ ആയിരിക്കും. സോ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ Insta360. ജസ്റ്റ് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് പഠിക്കണം. ഇത് ബെറ്റർ റീൽസിനൊക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്നത് ഇച്ചിരി ഹെവിയാണ്, നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പം ഏതായാലും കുറച്ച് വിഷ്വൽസിലേക്ക് നമുക്ക് നോക്കാം, പറ്റുന്ന പോലെയൊക്കെ എടുക്കാൻ നോക്കട്ടെ. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് Insta360 X3 ആണ്. സോ അതിൻ്റെ ചെറിയ കുറച്ച് വിഷ്വൽസ് ഞാൻ ഏതായാലും ആഡ് ചെയ്തേക്കാം. റൈഡ് വീഡിയോസിൽ എന്തായാലും നമ്മൾ GoPro തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലാതെ വീഡിയോസിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ളതും വെറൈറ്റി വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയാണ് Insta360 എടുത്തത്. സംഭവം കൊള്ളാം. ഏതായാലും നിങ്ങൾ കുറച്ച് വീഡിയോസ് കണ്ടു നോക്കും.